യെരുശലേം ഒരു അത്ഭുതങ്ങളുടെ, നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ സ്ഥലമായിരുന്നു യെരുശലേം. हम जानते हैं यरूशलेम जो था वो अद्भुत कार्यों का एक स्थल था। സാധാരണ ഒരു സ്ഥലമല്ല, നമുക്കറിയാം. ഒരുപാട് അത്ഭുതങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത, മനുഷ്യൻ എത്ര ചിന്തിച്ചാലും മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായി ദൈവിക പ്രവൃത്തി ചരിത്രം നടന്ന സ്ഥലമാണ് യെരുശലേം. यरूशलेम एक ऐसा जगह है जहाँ पे हम सोच भी नहीं सकते, अपने अपने वास्तविक आंखों से हम देख नहीं सकते, ऐसे अद्भुत कार्य परमेश्वर ने यरूशलेम में किए। നമ്മൾ പല വിഷയങ്ങളും നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും അവിടെ നടന്ന കാര്യങ്ങൾ നാം പലപ്പോഴും നമ്മൾ വിശ്വാസ കണ്ണുകളാൽ കാണുകയും നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. हम अपनी आंखों से ऐसी बातें जो नहीं देख सकते हैं, लेकिन फिर भी यरूशलेम में जो घटी बातें हैं हम अपनी आत्मिक आंखों से विश्वास करते हैं। കർത്താവിന്റെ ജനനം മുതൽ ശുശ്രൂഷകൾ, മരണ പുനരുദ്ധാനങ്ങൾ, അതിനുശേഷം ദൈവസഭയ്ക്കുണ്ടായ വളർച്ചകൾ, ഇവയെല്ലാം നമുക്കറിയാം, വേദപുസ്തകം നമുക്കറിയാം. हम जानते हैं यीशु मसीह का जन्म, यीशु मसीह का गाड़ा जाना, यीशु मसीह की सेवकाई और पुनरुद्धान, ये सब बातें हम बाइबल में देखते हैं। യെരുശലേം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നടന്ന സ്ഥലമാണ്. यरूशलेम एक ऐसा जगह था जहाँ पे परमेश्वर का बहुत ही बड़ा आश्चर्य कर्म हुआ था। അതിന് പ്രധാന കാരണം ദൈവത്തിന്റെ ജനം അവിടെ വസിക്കുന്നു എന്നുള്ളതുകൊണ്ട്. इसका एक बहुत ही महत्वपूर्ण कारण था कि परमेश्वर के लोग वहां पे उपस्थित थे। ദൈവത്തിന്റെ ജനം നടക്കുന്ന സ്ഥലം അത്ഭുതങ്ങളുടെ സ്ഥലമാണ്. परमेश्वर के पुत्र जहाँ चलते हैं वो स्थल एक अद्भुत कार्यों का एक स्थल होगा। പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരിക്കുന്ന മണ്ണ്, ആ ദേശം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന സ്ഥലമാണ്. प्रार्थना करने वाले प्रभु के लोग, उस मिट्टी में परमेश्वर का आश्चर्य कर्म होगा। രാവിലെ വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന, അതെ, നമ്മളുടെ ബുദ്ധിക്ക് അപ്പുറമായി ചെയ്യുന്ന കർത്താവിന്റെ വലിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടായിരിക്കാം. हम आज के दिन जो हम बातें विश्वास नहीं कर सकते अपनी आंखों से, उन बातों का परमेश्वर का हम आज धन्यवाद करेंगे। ഒരു വാക്യം വായിക്കാം, അപ്പോസ്തലരുടെ പുസ്തകം हम आज के दिन एक वचन पढ़ेंगे, प्रेरितों के काम 9-ാം അധ്യായത്തിന്റെ उसके 9वें अध्याय का 26-ാമത്തെ വാക്യം. उसमें 16वीं पद। 9-ാം അധ്യായത്തിന്റെ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 26 और उसकी 26वीं आयत മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു, എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. यरूशलेम में पहुंचकर उसने चेलों के साथ मिल जाने का प्रयत्न किया, परंतु सब उससे डरते थे, क्योंकि उनको विश्वास न होता था कि वह भी चेला है। ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. वो एक शिष्य है ना, है वो एक शिष्य है भी, वो सोच के वो डरते थे। 9-ാം അധ്യായ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സുപരിചിതമായ പാഠങ്ങളാണ് 9-ാം അധ്യായത്തിന്റെ വിഷയങ്ങൾ. हम जानते हैं प्रेरितों के काम, ये 9वें अध्याय को हम बहुत ही सुपरिचित एक अध्याय है। വിരോധിയായിരുന്ന ശൗലിന്റെ ജീവിതത്തെ വലിയ മാനസാന്തരമാണല്ലോ 9-ാം അധ്യായത്തിലെ പഠന വിഷയം. विरोधी, एक बहुत ही बड़ा परमेश्वर का विरोधी पौलुस, शाऊल का यहाँ पे हृदय परिवर्तन के बारे में हम पढ़ते हैं। ദമസ്കോസിലേക്കുള്ള തന്റെ യാത്രയും അവിടെ വെച്ച് കർത്താവ് തന്നെ സ്പർശിക്കുന്നതും തുടർമാനമായുള്ള ജീവിതത്തിൽ വന്ന വലിയ വ്യതിയാനങ്ങളും നമുക്ക് സുപരിചിതമായ വിഷയമാണ്. दमिश्क में परमेश्वर से वो मिलन और परमेश्वर से मुठभेड़, उसके बाद उसकी से कई बातों को हम जानते हैं। അവൻ താൻ അവിടെ ചില നാളുകൾ പാർത്തു എന്ന് വായിക്കുന്നു ദമസ്കോസിൽ. हम वहां पढ़ते हैं कि वो कुछ समय तक दमिश्क में ही ठहरे रहा। അവിടെ വെച്ചുണ്ടായ ചില പ്രതികൂലങ്ങൾ നിമിത്തം തനിക്ക് യെരൂശലേമിലേക്ക് പോകേണ്ടതായി വന്നു. वहां पे कुछ रुकावट के कारण उसको यरूशलेम में जाना पड़ा। ശിഷ്യന്മാർ തന്നെ യാത്ര അയക്കുന്നു, നമുക്കറിയാം. उसके शिष्य उसकी मदद कर रहे थे, हम जानते हैं। അങ്ങനെ താൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. इसी तरह वो यरूशलेम में यात्रा कर रहा है। അവൻ യെരൂശലേമിൽ എത്തിയാറെ വായിക്കുന്നു, അത് 26-ാമത്തെ വാക്യത്തിൽ, അവൻ യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. इसलिए जब वो पहुंचता है यरूशलेम में, तो वो अपने उसके चेलों के साथ मिलने का प्रयत्न करता है। ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നുള്ള പദം ചിന്തനീയമായ ഒരു വിഷയമാണ്. वो अपने उसके शिष्यों से जा मिलने का प्रयत्न करता है, ये बहुत ही महत्वपूर्ण एक पद है। തന്റെ മാനസാന്തരത്തിലൂടെയും താൻ കർത്താവിനെ സ്വീകരിച്ചതിലൂടെയും കർത്താവ് തന്നെ സഭയോട് ചേർത്തു എന്നുള്ള സത്യമാണെങ്കിലും, अगर वो अपने आप को हृदय परिवर्तन करा के परमेश्वर के सभा से जुड़ने का एक सत्य है, तो भी ആ ഫിസിക്കൽ ചേർച്ച്, തന്റെ ശാരീരികമായ ആളുകളോട് ചേരുവാനുണ്ടായ ഒരു പ്രയാസം അവിടെ കാണുന്നു. वो शारीरिक रूप से उसके चेलों के साथ मिलन करने में जो उसको कठिनाई हो रही थी, वो वहां देख सकते हैं। അതാണ് ഇവിടുത്തെ ചിന്താ വിഷയം. वही यहाँ का एक चिंता का विषय है। കർത്താവ് തന്നെ സഭയോട് ചേർത്തു,
परमेश्वर ने उसको अपनी कलीसिया से जोड़ लिया, എന്നാൽ യെരൂശലേമിലെ ആളുകൾ തന്നെ സ്വീകരിക്കുന്നില്ല. पर ये लेकिन यरूशलेम के लोग उसको स्वीकार नहीं कर रहे। ആമേൻ. എന്നാൽ നാം വായിക്കുന്ന അടുത്ത വാക്യം, എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. लेकिन हम वहां पढ़ते हैं सब उससे डरते थे क्योंकि उनको विश्वास न होता कि वो चेला है। ഇവിടെ ചിന്തനീയ വിഷയം ഇതാണ്, ആളുകൾ ഇതുവരെ പൗലോസിനെ ഭയത്തോടെ കണ്ടിരുന്നവരാണ്. वहां एक हम जानते हैं कि लोग उससे उस शाऊल को अभी तक डरते थे। ഒരു വലിയ വ്യത്യാസമുണ്ടാകുമെന്ന്, ഇതുപോലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ആർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. इतना बड़ा बदलाव इसके जीवन में होगा, लोगों ने ऐसा विश्वास नहीं किया था। തന്റെ മാനസാന്തരം ഉണ്ടായാൽ ഒരു പക്ഷേ അതിന് ചിലപ്പോൾ സമയങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. കാരണം ഇത്ര ക്രൂരനായ ഒരു വ്യക്തിയെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ മാനസാന്തരപ്പെട്ടു എന്നുള്ള നമ്മൾ അറിയാം, സാധാരണ ബുദ്ധിയിലെല്ലാം ഇതൊരു സാധ്യമായ കാര്യമല്ല. हृदय परिवर्तन करने के लिए कुछ समय लगता है, कुछ साल लगता है, पर वो इस बात को देख के चकित थे कि इतना बड़ा क्रूर इंसान इतनी जल्दी भोला बन गया है। അതുകൊണ്ടാണ് ശിഷ്യന്മാർ തന്നെ വിശ്വസിക്കാതിരുന്നതും തന്നെ ഭയപ്പെട്ടതും. इसी कारण वो उसके चेले उससे डर रहे थे। നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ യെരൂശലേം ഒരുപാട് അത്ഭുതങ്ങളുടെ സ്ഥലമാണ്. मैं पहले कहा था कि यरूशलेम एक बहुत ही अद्भुत कार्य का स्थल था। അവിടെ താമസിച്ച് അവിടെ ദൈവത്തിന്റെ ആ പദ്ധതിയോട് ചേർന്ന് പോകണമെങ്കിൽ അതേ ദൈവിക ലെവലിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. अगर यरूशलेम में आपको कलीसिया में स्थिर रहना है तो उनके वहां के विश्वासियों के उसी स्तर में रहना है। ആ യെരൂശലേമിലെ കാര്യങ്ങൾ ദൈവത്തിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് നമ്മുടെ സാധാരണ ബുദ്ധിയിൽ പലപ്പോഴും കാര്യങ്ങൾ അളക്കുവാനോ അവയോട് ചേർന്ന് നടക്കുവാനോ പ്രയാസമായിരിക്കും. परमेश्वर का एक स्थल होने के कारण यरूशलेम में अगर हम अपने मानसिक रूप से सोचें तो उस जगह में हमें टिकना ज्यादा मुश्किल होगा। എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് ദൈവം ഈ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ് എന്നുള്ള വലിയ ദൈവിക പദ്ധതിയെ മനസ്സിലാക്കി നടന്നാൽ യെരൂശലേമിൽ അത്ഭുതങ്ങൾ ചെയ്യാം. अगर आपको यरूशलेम में अगर आगे बढ़ना है तो उसके पीछे यही एक वजह होगी, यही एक कारण होगा कि आप परमेश्वर के मतभेदों, परमेश्वर के नजरिए से हम चलेंगे। പലപ്പോഴും പലരും യെരൂശലേമിലാണ് ഞാൻ വസിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് വസിക്കുന്നു, ദൈവത്തിന്റെ ഭവനത്തിൽ പാർക്കുന്നതിനെ പറയുന്നുവെങ്കിലും പലപ്പോഴും വലിയ ദൈവിക പദ്ധതികൾ കാണുമ്പോൾ വിശ്വസിക്കുവാൻ കഴിയാതെ മാറി നിൽക്കുന്നതായി നമുക്കറിയാം. अगर हम ऐसा कहते भी हैं कि हम परमेश्वर के भवन में है, यरूशलेम में, लेकिन फिर भी हम जब जानते हैं सच्चाई को तो अपने आप को यरूशलेम से, परमेश्वर से बहुत दूर पाते हैं। എന്നാൽ നീ യെരൂശലേമിൽ നിന്ന് ദൈവമാക്കിയോ, ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നടക്കുവാനും സംസാരിക്കുവാനും വിശ്വസിക്കുവാനും നാം തയ്യാറാകണം. लेकिन हम परमेश्वर के लिए, परमेश्वर के साथ, यरूशलेम के साथ, परमेश्वर कलीसिया के चाल चलने वाले होने चाहिए। ശ്രദ്ധിക്കണം, ഇവിടെ വലിയൊരു അത്ഭുതമാണ് നടക്കുന്നത്. കാരണം ഭയത്തോടെ അവർ കണ്ടിരുന്ന ശൗലിപ്പോൾ ഇതാ ആമേൻ താൻ ഒരു ആമേൻ എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്കനായി വിശുദ്ധനായി ഒരു കുഞ്ഞാടിനെ പോലെ നടന്നു വരുന്ന ആ ശൗലിന്റെ അല്ലെങ്കിൽ പൗലോസിന്റെ വരവ് കണ്ടപ്പോൾ यरूशलेम विश्वासियों विश्वसिपान കഴിഞ്ഞില്ല. यहाँ पे बहुत ही जरूरी एक पद लिखा हुआ है कि यरूशलेम में जब शाऊल वहां पे गुजरता है, वहां होकर जाता है, तो वहां लोग उसको स्वीकार नहीं कर पाते क्योंकि वो इतना भोला बन चुका था। ശ്രദ്ധിക്കണമെന്നതിനാ വിശുദ്ധന്മാരെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ വിശ്വസിക്കുവാൻ മാനുഷികമായ ബുദ്ധിയിൽ പ്രയാസമാണെങ്കിലും ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നാം പറയും യെസ് അത് സംഭവിക്കും. लेकिन हम अगर अपनी आंखों से देखेंगे तो शाऊल को हम फिर से अगर स्वीकार ना कर पाए, पर हम अगर परमेश्वर के नजरिए से देखेंगे तो हम कह सकते हैं हाँ ये शाऊल है। അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. वो एक शिष्य है ये सोचते हुए सब डर रहे थे उससे। നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാണ് യെരൂശലേമിൽ സംഭവിക്കുന്നത്. हमारे सोचों के परे हमारे कार्य चलते हैं यरूशलेम। വിശുദ്ധന്മാരെ, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പാനായി പ്രാർത്ഥനയായിരിക്കട്ടെ. നാം आज के दिन परमेश्वर से प्रार्थना करें, परमेश्वर मेरी सोच को बढ़ाए। പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് കർത്താവേ നടക്കണം, സംഭവിക്കണം, പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിച്ചാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? हम परमेश्वर अक्सर कहते हैं परमेश्वर ऐसा होना चाहिए, लेकिन जब अचानक से वो चीज होती है क्या वो हम सोच सकते हैं? ഇന്ന് രാവിലെ നടന്നു വരുന്ന പൗലോസിനെ കണ്ട ഇത് വിശുദ്ധൻ എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്യുവാൻ സ്വീകരിപ്പാൻ എന്റെ ദൈവത്താൽ ഇത് സംഭവിച്ചു, ഇതെന്നോട് കൂടുതൽ കർത്താവിന്റെ ശിഷ്യൻ എന്ന് പറയാൻ നമുക്കുള്ള ആത്മീക ലെവലിൽ നാം ആയിരിക്കുന്നുവോ? अगर हम अपने आप से सवाल पूछे, अगर वो शाऊल अगर आगे चलते आ रहा है तो हमारी सोच में क्या विश्वास है कि उसको हम स्वीकार कर सकें? ഇന്ന് രാവിലെ ദൈവത്തിന്റെ ലെവൽ, കർത്താവ് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് വിശ്വാസത്തിന്റെ അളവുകൾ വർദ്ധിക്കട്ടെ. आज के दिन परमेश्वर आपकी सोच के बराबर मेरी सोच को बढ़ाएं। ആമേൻ. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. हमारी सोच के ऊपर कार्य करने वाला परमेश्वर का एक കാരണം സകലത്തിന്റെയും നിയന്ത്രണ കർത്താവിന്റെ കയ്യിലാണ്. इसका कारण यही है कि परमेश्वर सारी बातों पर अधिकार रखता है। ദൈവത്തിന്റെ പദ്ധതിയിൽ ഇപ്രകാരമുള്ള ഒരു പദ്ധതി യെരൂശലേമിൽ ഉണ്ടായിരുന്നു. ഒരു നാൾ വിരോധിയായിരുന്ന ശൗൽ
ദൈവത്തിന്റെ അഭിഷിക്തനായ യെരൂശലേമിലേക്ക് നടന്നു വരും. हम इस बात को हम जानते हैं कि ये परमेश्वर का एक कारण था, परमेश्वर की ये रीति थी कि शाऊल को बदल करके हृदय परिवर्तन करा करके यरूशलेम में उसका चेला बनाए. യെരൂശലേമിൽ നിന്ന് ഒരു വലിയ ദൈവിക പ്രവൃത്തി ശൗലിൽ അല്ലെങ്കിൽ പൗലോസിലും ഉണ്ടാകണമെന്ന ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. परमेश्वर का एक बहुत ही बड़ा एक योजना था कि शाऊल और पौलुस के जरिए यरूशलेम में बहुत ही बड़ा अद्भुत कार्य हो. യെരൂശലേമിന്റെ ശിഷ്യന്മാരോട് ചേർന്ന് വസിക്കുമ്പോൾ അവിടെ വെച്ച് ഉണ്ടാകുവാൻ പോകുന്ന ആത്മീക വലിയ സംഭവങ്ങൾ, ആത്മീക ഉണർവും ഉന്മേഷവും, ഒരു മിഷണറി യാത്രകൾ ആരംഭിക്കുന്ന വലിയ പദ്ധതികളെ ഒരുങ്ങുവാൻ തക്കവണ്ണം യെരൂശലേമിലേക്ക് കർത്താവ് പൗലോസിനെ കൊണ്ടുവരികയായിരുന്നു. यरूशलेम में होते हुए शाऊल या फिर पौलुस ने मिल करके वहां पे बहुत ही बड़े सेवकाई करे, वहां बहुत ही बड़ी मिशनरी बनाए. इन सब के पीछे परमेश्वर की योजना थी. എന്നാൽ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ അവർ ഭയപ്പെട്ടു അവിശ്വാസികളായി മാറി നിന്ന യെരൂശലേമിലെ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും. पर ये सब बातों को विश्वास ना करने वाले परमेश्वर के चेले वहां मौजूद थे. നിരാവലി ആത്മാവിൽ എത്ര പേർക്ക് ഈ വിഷയങ്ങളെ ഗ്രഹിപ്പാൻ കഴിയുന്നു? നമ്മുടെ കർത്താവ് ആമേൻ നമ്മുടെ ബുദ്ധിക്ക് അതീതമായി ചെയ്യുവാൻ ആമേൻ ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തിയുണ്ട്. आसिन कितने लोग विश्वास करते हैं कि हमारे बुद्धि के ऊपर कार्य करने वाला परमेश्वर के हाथ में दम है. ആമേൻ നമ്മുടെ ബുദ്ധിക്ക് അതീതമായി, അതിനപ്പുറമായി ദൈവം കാര്യങ്ങൾ ചെയ്യുന്നു. हमारे सोचों के ऊपर परमेश्वर हमारा कार्य करता है. ആമേൻ ഓടി നടന്ന് സഭയെ ആമേൻ തകർത്തിരുന്നവൻ, സഭയെ നശിപ്പിച്ചിരുന്നവൻ ഇന്നിതാ ആമേൻ വേദപുസ്തകം എടുത്തൊരു ഒരു പ്രാസംഗികനായി, ഒരു ശിഷ്യനായി, ഒരു മിഷണറിയായി മുമ്പോട്ട് നടന്നു വരികയാ. कलीसिया को उजाड़ने वाला एक विद्रोही, एक विरोधी आज देखिए परमेश्वर का वचन लेके प्रचार करने उतरा है. ദൈവം ആമേൻ നമുക്ക് വിശ്വസിപ്പാൻ പ്രയാസമേറിയ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവ്. परमेश्वर ऐसे कार्य करता है जो हमारे मानसिक सोच के परे है. ആമേൻ സാധാരണ ബുദ്ധിയിൽ ആമേൻ ഒതുങ്ങാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. हमारे मानसिक बुद्धियों में वो बातें ना घुसने पाए, ऐसी बातें परमेश्वर करता है. പൗലോസ് നടന്നു വരുമ്പോൾ സഭ ആമേൻ തന്നെ ആദരവോടെ വലിയ ആമേൻ സന്തോഷത്തോടെ വരവേൽക്കേണ്ട സമയമാണ്. പക്ഷേ അവർ ഭയത്തോടെ ആയിരിക്കുന്നു. वहां पे पौलुस को वहां स्वीकार करके, पौलुस का स्वागत करके खुशी मनाने का समय था, पर वो वहां पे डर रहे थे. ആമേൻ ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറിയായി കർത്താവിന്റെ പദ്ധതിയിൽ പ്രധാനിയായ ആമേൻ പൗലോസ് നടന്നു വന്നപ്പോൾ അവർ ഭയത്തോടെ ഓടി മാറിയ ചിത്രമാണ് നാം യെരൂശലേമിൽ കാണുന്നത്. दुनिया का सबसे बड़ा मिशनरी पौलुस, बहुत बड़ी कलीसिया को बनाने वाला पौलुस वहां पे चल के आ रहा है, पर वो डरने का एक दृश्य हम वहां देख सकते हैं. ദൈവത്തിന്റെ പദ്ധതിയെ മനസ്സിലാക്കുവാൻ കഴിയാതെ അവർ ബുദ്ധിയിൽ ആശ്രയിച്ച ഒരുപാട് ആമേ കാര്യങ്ങളാണ് അവിടെ ഗ്രഹിക്കേണ്ടത്. परमेश्वर के वचन को सोचने के बजाय अपने मानसिक बुद्धि सोचे तो वहां पे वो भटक गए. ശ്രദ്ധിക്കണമേ, അവർ ഭയപ്പെട്ടു, ध्यान देंगे वो वहां डर गए, അവർ അവിശ്വാസികളായി മാറി. वो अविश्वासी बन गए, അവരുടെ പദ്ധതിക്ക് അവരുടെ ബുദ്ധിക്ക് അപ്പുറമായ കാര്യമാണ് സംഭവിച്ചത്. क्योंकि उनके सोच के, उनके विचारों के परे वो कार्य हुआ. കർത്താവ് പിന്നെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരുടെ വരുമ്പോൾ തോമസിന്റെ വാക്കിൽ നമുക്കറിയാം, എനിക്കിത് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ എപ്പം വരെ കർത്താവിന്റെ ആ മുറിവിൽ ഞാൻ വിരലിടുന്നുവോ, ആ കർത്താവിന്റെ മുറിവേറ്റ ഭാഗത്തെ ഞാൻ മനസ്സിലാക്കുന്നു, അന്നുവരെ ഞാൻ വിശ്വസിക്കത്തില്ല. हम जानते हैं यीशु मसीह का पुनरुत्थान के बाद जब यीशु मसीह वापस उनके कमरों में आता है तो वो सब भयभीत थे. उनके बीच में थोमा ने विश्वास नहीं किया था. थोमा ने कहा था जब तक मैं उसके पंजर में और उसके उंगली, उसके हाथों में जब तक उसकी छेद में उंगली ना डालूं तब तक मैं विश्वास नहीं करूंगा. ശ്രദ്ധിക്കണമേ, യെരൂശലേമിലെ കാര്യങ്ങൾ എത്ര അത്ഭുതമല്ലേ. ध्यान देंगे यरूशलेम के कार्य कितने अद्भुत हैं. ഇന്ന് രാവിലെ എത്ര പേർ എന്റെ കൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ, ആമേ ബാക്കി ഇടങ്ങളിൽ സംഭവിക്കാതിരുന്ന കാര്യങ്ങളാണ് യെരൂശലേമിൽ നടക്കുന്നത്. കാരണം അവിടെ മരിച്ചവർ ഉയർക്കുന്നു. ആമേൻ, എത്രയെത്ര അത്ഭുതങ്ങൾ, ലോക ചരിത്രം കാണാതിരുന്ന ആമേ അത്ഭുതങ്ങൾ. കാരണം അവിടെ ആമേ ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് സാധാരണ ബുദ്ധിക്ക് അതീതമായ എത്രയോ സംഭവങ്ങളാണ് യെരൂശലേമിൽ നടക്കുന്നത്. कितने लोग ये विश्वास कर सकते हैं कि जहां यरूशलेम में कितने कितने अद्भुत कार्य हुए, वहां पे मुर्दों का जिलाना हुआ, वहां पे कितने सारे अद्भुत कार्य हुए. इस सब का कारण यही था कि परमेश्वर के पुत्र, परमेश्वर के लोग वहां मौजूद थे. പരീശന്മാരും ശാസ്ത്രിമാരും പഴയ നിയമത്തിന്റെ പാഠങ്ങളെ കാണാപ്പാഠം പഠിച്ച ആളുകൾക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല. परमेश्वर के वचन को, परमेश्वर के इतिहास को बिन देखा सीखने वाले, पढ़ने वाले, रटने वाले को ये कुछ बातें समझ नहीं आई. കാരണം കന്യക ഗർഭിണിയാകുന്നു. क्योंकि एक कन्या जो कि किसी पुरुष से मिली नहीं, वो गर्भवती हो गई ആമേ, है. നമുക്കറിയാം പഴയ നിയമത്തിന്റെ പാഠങ്ങളെ കാണാപ്പാഠമാക്കാതിരുന്ന കർത്താവ് വേദപുസ്തകത്തിന്റെ ഗഹരി ബാത്തെ, വലിയ ആഴങ്ങളെ പരസ്യമായി പ്രസംഗിക്കുന്നു. इसका कारण ये है कि पुराने नियम को बनाने वाला परमेश्वर उस गहराई से उन बातों को फैलाता है,
സാധാരണക്കാർ പ്രസംഗിക്കുന്നു. साधारण मनुष्य प्रचार कर रहे हैं। പത്രോസ് രോഗികളെ സൗഖ്യമാക്കുന്നു. पतरस रोगियों को चंगा कर रहा ആമേ है। നമുക്കറിയാം ലാസർ ഉയർക്കുന്നു. हम जानते हैं लाजर जिंदा हो रहा ആമേ है, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു. कोढ़ी चंगे हो रहे ആമേ हैं। അത്ഭുതങ്ങൾ കാരണം വലിയ ദൈവിക പദ്ധതി യെരൂശലേമിൽ നടക്കുകയാ. इसका कारण यह है कि वहां पे बहुत ही अद्भुत कार्य हो रहे हैं, മരിച്ചവർ ഉയർക്കുന്നു. मुर्दे जी उठ रहे हैं। ആമേ കർത്താവ് നടന്ന് മരിച്ചതിന് ശേഷം ക്രൂരമായ മരണത്തിന് ശേഷം നടന്ന് പുറത്തേക്ക് വരുന്നു. यीशु मसीह बहुत ही दर्दनाक मौत के बाद वापस जिंदा होके चल के आ रहा है। സാധാരണക്കാർ ഗലീലക്കാരായിരുന്ന സാധാരണക്കാർ സ്വർഗീയ ഭാഷയിൽ സംസാരിക്കുന്നു. गलील के साधारण मनुष्य स्वर्गीय भाषा को बोल रहे हैं। യെരൂശലേമിൽ ഒരു വലിയ ദൈവിക പെന്തക്കോസ്തിന്റെ വെളിപ്പാടുണ്ടാകുന്നു. यरूशलेम में बहुत ही बड़ा पेंतकुस्त का एक प्रचार होने पाया। ആളുകൾ കൂട്ടമായി രക്ഷിക്കപ്പെട്ട ദൈവസഭയിലേക്ക് വരുന്നു. लोग बहुत बड़ी भीड़ में विश्वास करके परमेश्वर की कली से जुड़ रहे हैं। അത്ഭുതങ്ങൾ ആളുകൾ കൂട്ടമായി സ്നാനപ്പെട്ട് സഭയോട് ചേരുന്നു. बहुत अद्भुत कार्यों के चलते लोग बपतिस्मा लेके कली से जुड़ रहे हैं। ചെറുതായിട്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഒരു വലിയ സ്ഫോടകാത്മകമായ രീതിയിൽ വലിയ അത്ഭുതകരമായ രീതിയിൽ വളർച്ച പ്രാപിക്കുന്നു. छोटी संस्था छोटे से झुंड के बाद वो चीजें बढ़ कर बहुत ही बड़ी भीड़ में बदल गई। ഞാൻ പറഞ്ഞ താല്പര്യം യെരൂശലേമിൽ പാർക്കണമോ? ആമേൻ. ഈ വലിയ ദൈവിക അത്ഭുതത്തെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. लेकिन मैं कहना ही चाहता हूँ, अगर आपको यरूशलेम में रहना है तो परमेश्वर की सोच को अपने सोच के परे सोचना चाहिए। യെരൂശലേമിലെ സഭയോട് ചേർന്ന് നടക്കണമോ? ഈ ദൈവിക പദ്ധതിയോട് ചേർന്ന് നടന്നേ പറ്റൂ. अगर यरूशलेम में आपको लोगों के साथ चलना है तो परमेश्वर की नजरिए से चलना पड़ेगा। രാവിലെ ആത്മാവിൽ പറയാമോ? ഒരുപക്ഷെ ഇപ്പോൾ മല പോലെ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ മല പോലെ രാവിലെ കാണുമ്പോൾ സമതലമായി സമഭൂമിയെ കാണുന്നു. ഇന്ന് രാവിലെ ആ വിശ്വാസമുള്ള വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നലകൾ നമ്മൾ കേട്ടത് ശൗൽ ആളുകളെ കൊല്ലുന്നു. താൻ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന പ്രധാനിയായിരുന്നു. इन सब बातों के बीच में हम देखते हैं कितने लोग ऐसा विश्वास करते हैं कि जो आज रात में जब सोते हैं तो जो पहाड़ जैसी जो मुसीबत हमारे सामने खड़ी होती है, सुबह उठ के हम देखते हैं तो वो सारी चीज समतल हो जाती है। इन सब के पीछे जो भी विरोधी होते थे, स्टीफनोस को बहुत ही पथराव करके मार दिया गया, कलीसिया से बहुत बड़ा विरोध होता था। ഇന്ന് ആ വിരോധിയായിരുന്ന ശൗൽ നടന്ന് വിശുദ്ധന്മാരുടെ നടുവിലേക്ക് നടന്നു പറയുന്നു, ഞാൻ ഒരു ശിശു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. जब वही विरोधी पौलुस या फिर शाऊल वही चल के आ रहा है और कह रहा है कि वो चेला है, वो विश्वास नहीं कर सकता। ആത്മാവിൽ നമ്മുടെ ബുദ്ധിയുടെ രീതികളെ പഴയ കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ആത്മാവിന്റെ കണ്ണുകളെ പറയാം, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സെക്കൻഡ് കൊണ്ട്, ഹല്ലേലൂയ, കയ്യിൽ വാളുമായി അധികാരത്തിന്റെ പത്രവുമായി നടന്നു വന്നിരുന്ന ശൗലിനെ തുടർന്ന് എന്റെ കർത്താവ് എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു നിമിഷം കൊണ്ട് മാറ്റം വരുത്തിയ കർത്താവിന്റെ വലിയ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരാകട്ടെ യെരൂശലേമിലെ സഭ. मिलकर के आज कहेंगे परमेश्वर से प्रार्थना करेंगे, परमेश्वर जो भी मैं विश्वास करूंगा उसी सेकंड उसी क्षण मेरी बातों का विश्वास का उत्तर होना चाहिए, उसी बातों का उत्तर मुझे उसी क्षण मिलना चाहिए। पौलुस जो कि चलते आ रहा था शाऊल, उन सबको विश्वास करने का कारण यही होना चाहिए कि हम यरूशलेम के लोग हैं। അവർ വിശ്വസിച്ചില്ല എന്ന് വായിക്കുന്നു. हम वहां पढ़ते हैं वो लोग विश्वास नहीं कर सके, അവർക്ക് വിശ്വസിപ്പാൻ സാധിച്ചില്ല. वो विश्वास ना कर सके। ഇന്ന് രാവിലെ യെരൂശലേമിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അന്ന് നാം അവിടെ ആയിരുന്നെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കുമായിരുന്നു? अगर हम उस दिन वहां यरूशलेम में होते तो सोचिए हमारा क्या प्रतिनिधि होता। ആമേൻ. നാം നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? हमारी प्रतिक्रिया क्या होती? ആമേൻ, ഹല്ലേലൂയ. വരുന്ന പൗലോസിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് ചുംബനം ചെയ്ത് കർത്താവിന്റെ ദൈവപ്രവൃത്തിക്കായി സ്തോത്രമപ്പ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നാം നിൽക്കുമോ, അതോ അവിശ്വാസികളായി പേടിച്ചോടുന്നവരായിരിക്കുമോ? हम परमेश्वर के संतान के समान उस पौलुस का स्वीकार करके उसको चुम्बन देके उसको गले लगाकर उसका स्वीकार करते या फिर अविश्वासी के रूप से डरते? ഇന്ന് രാവിലെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാമോ? आज के दिन अपने आप को तैयार करे, ആമേൻ, അവലോകനം करे. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാമോ? अपने आप को अवलोकन करे। ആമേൻ. നാം പറയാമോ, കർത്താവേ, ദൈവത്തിന്റെ പദ്ധതിയുടെ കൂടെ ഞാൻ സഞ്ചരിക്കും. परमेश्वर मैं आपके सोच के बराबर चलूंगा। ആമേൻ. കർത്താവിന്റെ പദ്ധതി ഞാൻ ഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രതികരിക്കും. परमेश्वर आपकी सोचों को पर मैं चलूंगा। എന്റെ വാക്കുകൾ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുകൂലമായിരിക്കും. मेरे जितने वाक्य होंगे, मेरे जितने शब्द होंगे परमेश्वर की इच्छा के अनुसार होंगे। ആമേൻ. എന്റെ സകല ക്രിയകളും എന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ പദ്ധതിയെ മനസ്സിലാക്കിയിട്ട് വിശ്വാസത്തിന്റെ
വിശ്വാസത്തിന്റെ ടോപ്പ് ലെവലിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കും. मैं जो भी बातें कहूंगा वो परमेश्वर के विश्वास के एकदम स्तर के ऊपर होगा. ഹല്ലേലൂയ. യെരൂശലേമിന്റെ പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ്. हालेलुया. परमेश्वर यरूशलेम का सारा अधिकार उसी परमेश्वर के हाथों में है. യെരൂശലേമിനെ ദൈവം അത്ഭുതങ്ങളുടെ ഭവനമാക്കി മാറ്റിയിരിക്കുകയാ. यरूशलेम को परमेश्वर अपने अद्भुत कार्यों से भर दिया है. കർത്താവിന്റെ ജനനമുണ്ടായ അന്ന് മുതൽ പിന്നെ ചരിത്രം മാറി മറിയുകയാണ്. यीशु मसीह के जन्म के बाद उस यरूशलेम का इतिहास बदल गया है. ഓരോ നിമിഷവും ചരിത്രങ്ങൾ, പുതിയ പുതിയ അത്ഭുതങ്ങൾ യെരൂശലേമിൽ സംഭവിക്കുന്നു. बार बार नए नए इतिहासों को परमेश्वर यरूशलेम में बना रहा है. യെരൂശലേമിലെ വിശ്വാസി ജീവിക്കണമോ? നിനക്ക് അസാധാരണമായ വിശ്വാസം രാവിലെ പ്രാർത്ഥിക്കാമോ? यरूशलेम में अगर आपको जीना है तो एक असाधारण मनुष्यों की जीना होगा. കാരണം യെരൂശലേമിന്റെ പൂർണ്ണ നിയന്ത്രണം കർത്താവിന്റെ കരത്തിലാണെന്ന് മനസ്സിലാക്കട്ടെ. इसका कारण यही है कि यरूशलेम का सारा अधिकार परमेश्वर के हाथों में है. ഒരു ദിവസം കൊണ്ട് ദൈവസഭയെ സംഹരിച്ചവൻ മറ്റേ ദിവസത്തിൽ പെട്ടെന്ന് മാനസാന്തരം ഉണ്ടാകുന്ന ദൈവീയ പ്രവൃത്തി നടക്കുന്ന സ്ഥലമാണ് യെരൂശലേം. इस क्षण में कलीसिया को तबाह करने वाला शाऊल एक ही दिन में परमेश्वर ने हृदय परिवर्तन करा के उस स्थान में खड़ा किया. परमेश्वर का स्थान है यरूशलेम. വിശുദ്ധന്മാർ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് യെരൂശലേം. अपने परमेश्वर के बहुत लोग जुट होकर के संगति रख के प्रार्थना करने का एक स्थान है यरूशलेम. നാം താമസിക്കുന്ന ഇടമാണ് യെരൂശലേം. हम जहाँ रहते हैं वो जगह है यरूशलेम. രാവിലെ മനസ്സിലാക്കണം, നമ്മുടെ ഭവനം യെരൂശലേം ആണെങ്കിൽ आज समझें, अगर जगह हमारा अगर घर अगर यरूशलेम है तो നാം ദൈവിക പദ്ധതിയെ സ്വീകരിക്കുന്നവരാണോ അതോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആശ്ചര്യത്താൽ നോക്കി നിന്ന് പേടിച്ചോടുന്നവരാണോ? अगर हम अपने आप को परखें कि हम कैसे मनुष्य हैं. अगर हम परमेश्वर की इच्छा को अनुकूल चलने वाले हैं या फिर परमेश्वर की इच्छा के आश्चर्य कर्म देखकर चकित होने वाले हैं. യെരൂശലേമിൽ നടക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ. यरूशलेम में चलने का परमेश्वर ने सौभाग्य दिया है. ഇവിടെ കൊടുങ്കാറ്റ് ശാന്തമാകുന്നു. वहां पे बड़ी आंधी शांत होती है. സാധാരണ ബാലകന്റെ അപ്പം കൊണ്ട് ആയിരങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. एक छोटे से बच्चे के उसके रोटी के चलते हजारों लोग को पेट भरता है. ദീർഘവർഷങ്ങളായി കിടപ്പിലായിരുന്ന ഒരു വാക്കുകൊണ്ട് സൗഖ്യമാകുന്നു. कितने सालों से जो अपने तख्त पे पड़े हुए थे उनको खड़ा करने वाला स्थान है. മരണശൈലിയിൽ ജീവൻ വെളിപ്പെടുന്നു. अपने एक मरने के स्तर पर, मरने के एक समय पर लोगों को खड़ा करने का एक स्थान है यरूशलेम. ആളുകൾ കൂട്ടമായി ദൈവസഭയോട് ചേരുന്നു. लोग बड़ी भीड़ में परमेश्वर से विश्वास करते हैं. ഇന്ന് രാവിലെ വിശ്വാസം വർദ്ധിക്കട്ടെ. आज दिन विश्वास का बढ़ने पाए. രാവിലെ വിശ്വാസം വർദ്ധിക്കട്ടെ. आज दिन विश्वास बढ़ने പറയാമോ, पाए. കർത്താവേ, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. बोले परमेश्वर मैं पूर्ण रूप से विश्वास करता ഈ हूँ. പൗലോസ് അല്ലെങ്കിൽ ശൗൽ പൗലോസ് ആകണമെങ്കിൽ അല്ലെങ്കിൽ വിരോധിയായിരുന്ന താൻ അനുകൂലിയാകണമെങ്കിൽ വർഷങ്ങളുടെ ഒന്നും ആവശ്യമില്ല. अगर शाऊल को पौलुस में बदलना है तो उसमें ज्यादा साल नहीं लगेंगे. ഒരിക്കൽ വേദപുസ്തകത്തിന്റെ പഠന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ദൈവദാസനെ പഠിപ്പിച്ചിരുന്നു. കർത്താവ് പച്ചവെള്ളം വീഞ്ഞാക്കിയ ആ ചരിത്രം വായിച്ചു വന്നപ്പോൾ സാധാരണ ഏറ്റവും ഗുണനിലവാരമുള്ള വീഞ്ഞുണ്ടാക്കുവാൻ എത്രയോ ദീർഘവർഷങ്ങളുടെ ആവശ്യമുണ്ട്. हम जब अपने बाइबल में जब हम पढ़ने के उस समय में हमारे एक शिक्षक ने हमसे कहा था कि जब परमेश्वर के वचन से उसने कहा था कि जो परमेश्वर ने पानी से दाखरस बनाया था उस घटना में जो उत्तम दाखरस था उसको बनाने में कई वर्ष लगते हैं. ഒരുപാട് വർഷങ്ങൾ വേണം ഒരു സാധാരണ വീഞ്ഞ് ഏറ്റവും നല്ല വീഞ്ഞായി മാറണമെങ്കിൽ. बहुत साल लगते हैं अगर एक साधारण दाखरस एक उत्तम दाखरस में बदल जाए. സമയത്തിന് ആവശ്യമുണ്ട്. उसके लिए समय की जरूरत है. ദീർഘകാലം വെയിറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. उसके लिए कई सालों का इंतजार करना पड़ता है. പക്ഷേ കർത്താവിന്റെ കരങ്ങളിലേക്ക് സാധാരണ പച്ചവെള്ളം വന്നപ്പോൾ लेकिन परमेश्वर के हाथों में जब वो साधारण पानी आया तो ഏറ്റവും നല്ല വീഞ്ഞായി മാറുകയാ. वो सबसे उत्तम दाखरस बन गया. ആ സമയത്തിന് ദൈർഘ്യത്തെ ചുരുക്കിയിട്ട് സെക്കൻഡുകളാക്കി മാറ്റിയ കർത്താവ് उस समय के बड़े पाताल को परमेश्वर ने समेट करके कुछ ही क्षणों का रख दिया. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, ഇതെങ്ങനെ സംഭവിക്കും? ഒരുപാട് സമയം വേണമല്ലോ. അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ എനിക്ക് ദീർഘസമയത്തിന് ആവശ്യമുണ്ടാകാം. പരിവർത്തനത്തിനായി അല്ലെങ്കിൽ രോഗം മാറുവാൻ ദീർഘസമയത്തെ ചികിത്സയുടെ ആവശ്യമുണ്ട്. വലിയ ദീർഘമായ സമയത്ത് നീ കാത്തിരിക്കുകയാണോ? ഇന്ന് രാവിലെ ആത്മാൽ പറയുന്നു, യെരൂശലേമിലെ സഭയോടുള്ള സന്ദേശം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ദീർഘസമയത്തിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിഷയങ്ങളെ നിമിഷങ്ങൾ കൊണ്ട് മാറ്റിമറിക്കുവാൻ ദൈവ
ദൈവത്തിന് പദ്ധതിയുണ്ട്. अगर आप अपने अपने जीवन से चिंतित हैं कि बहुत बड़ी चीजें बहुत ही लंबा समय लेंगी, हमारे जो शारीरिक रुकावट है बहुत ही चिकित्सा का बहुत ही लंबा समय जा रहा है, तो आज विश्वास करें यरूशलेम में बहुत ही अद्भुत कार्य करने वाला परमेश्वर जो लंबे वर्षों को सारे समय को समेट करके कुछ ही क्षणों का रखता है, वो आपके सारे विश्वासों को पूरा करेगा। ആമേ ദീർഘ സമയങ്ങൾ കൊണ്ട് നടക്കേണ്ട വിഷയങ്ങളെ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യുവാൻ ദൈവത്തിന്റെ പദ്ധതിയാ. जो लंबे समय का एक अपना प्रारूप लेता है, उन सारे समयों को परमेश्वर समेट करके कुछ ही क्षणों का रखता है। ഒരുപക്ഷെ യെരൂശലേമിലെ ആളുകൾ ചിന്തിച്ചു കാണും, ഈ ശൗലിന്റെ മാനസാന്തരത്തിന് दीर्घसमയത്തിന് ആവശ്യമുണ്ട്. यरूशलेम के लोग सोचे होंगे कि अगर शाऊल को बदलना है तो उसको काफी समय लगेगा। എന്നാൽ ഇന്നലെ വിരോധിയായി പോയവൻ ഇന്ന് പ്രാസംഗികനായിട്ട് തിരിച്ചു വരികയാ. लेकिन ऐसा होता है कि जो कल विरोधी था वो आज एक प्रचारक बन നാം गया। ആയിരിക്കുന്ന ദേശത്തെ നിയമങ്ങൾ മാറി മറിയുവാനൊന്നും വലിയ സമയത്തിനൊന്നും ആവശ്യമില്ല. अगर हमारे जगहों को बदलने के लिए हमें ज्यादा समय की जरूरत नहीं है। ആമേൻ. നമ്മുടെ ദേശത്തെ നിയമങ്ങൾ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് നിമിഷങ്ങൾ മതി. हमारे देश के सारे नियमों को बदलने के लिए परमेश्वर कुछ ही क्षण काफी हैं। അധികാരികളുടെ ഹൃദയകാഠിന്യങ്ങൾ മാറുവാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. ദൈവം അത് കാര്യങ്ങൾ ചെയ്യും. अधिकारियों के मन को बदलने के लिए परमेश्वर को कुछ ही क्षण काफी हैं। ദൈവസഭയ്ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുവാൻ നമുക്ക് വർഷങ്ങളുടെ ഒന്നും ആവശ്യമില്ല, നിമിഷങ്ങൾ മതി. अगर परमेश्वर के कलीसिया को आगे बढ़ाना है तो उसके लिए हमें बहुत सारे साल वेट नहीं करना पड़ेगा। വരാതിരിക്കുന്ന ഞെരുക്കമുള്ള സഭകളുടെ വിശാലത ഉണ്ടാകുവാൻ മാസങ്ങളോ മാസങ്ങളോ വർഷങ്ങളൊന്നും വേണ്ട, ഒരു നിമിഷം മതി. अगर एक कमजोर कलीसिया को मजबूत बनाने के लिए उसके लिए कई साल की जरूरत नहीं है, उसके लिए कुछ क्षण काफी है। വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. आज के दिन स्तुति करने वालों को मैं धन्यवाद करता हूं। ആമേൻ. ദൈവത്തിനായി സ്തോത്രം പറയാമോ? ദൈവത്തിന്റെ പദ്ധതിക്കായി आज के लिए परमेश्वर का उस परमेश्वर की योजना के लिए धन्यवाद करें। ആമേൻ. കർത്താവ് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. परमेश्वर जल्द ही सारी बातों को खत्म करने वाला है। ആമേൻ. നാം നിശ്ചയമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. निश्चित रूप से हम विश्वास करने वाले हैं। നിമിഷങ്ങൾ കൊണ്ട് ലാൽ സമുദ്ര ഈ ചെങ്കടൽ രണ്ടായി പിരിയും. कुछ ही क्षणों में लाल വേണ്ടി നീ മാസങ്ങളോളം സീസണിന് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരികയില്ല. यर्तन को शांत होने के लिए उनको काफी समय का इंतजार नहीं करना होगा। ആമേൻ. ഗോപുരങ്ങൾ തകർന്നു വീഴുവാൻ നീ വർഷങ്ങൾ കാത്തിരിക്കേണ്ട. ദൈവത്തിന്റെ പദ്ധതി ഇതാണ്, നിമിഷങ്ങൾ കൊണ്ട് തകർന്നടിയും. जो तुम सोचते हो जो काफी समय लेंगे उन सारे समय को परमेश्वर क्षणों में बदल देगा। ദൈവത്തിന്റെ പദ്ധതി ഇതാ. ശൗൽ ഒരു അത്ഭുതം. അത് ദൈവത്തിന്റെ മകനായി യെരൂശലേമിലേക്ക് നടന്നു വരികയാ. परमेश्वर की योजना ये है कि जो शाऊल था वो परमेश्वर का पुत्र कहलाकर यरूशलेम में चल के आ रहा है। യെരൂശലേമിലെ വിശ്വാസികളുടെ ബലഹീനതയല്ല ഞാൻ ഇവിടെ പറയുന്നത്. यरूशलेम की विश्वासियों का बलहीनता मैं नहीं बोल रहा। അവർ വിശ്വാസികളായിരുന്നു, विश्वासी थे, അവർ കർത്താവിനെ ആരാധിക്കുന്നവരായിരുന്നു, परमेश्वर की आराधना करने അവർ वाले थे, യേശുവിനെ സ്വീകരിച്ചവരായിരുന്നു, यीशु मसीह को स्वीकार किए थे, അവർ ആത്മാവിൽ സംസാരിക്കുന്നവരായിരുന്നു. वो आत्मा में बोलने वाले थे। പക്ഷേ लेकिन ഇത്ര വേഗത്തിൽ ഇത് സംഭവിക്കുന്നവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. इतनी जल्दी ये सब कार्य हो जाएगा उन्होंने विश्वास नहीं किया। കാരണം ദൈവത്തിന്റെ കരം വെളിപ്പെട്ടപ്പോൾ അത് സംഭവിച്ചു. क्योंकि परमेश्वर का हाथ जब बढ़ा तो वहां आश्चर्यकर्म ഇന്ന് हुआ। രാവിലെ നാം ആത്മാവിൽ സംസാരിക്കാൻ പോകുകയാ. आज हम आत्मा में बोलने वाले हैं। യെരൂശലേമിൽ സംഭവിക്കുന്ന എല്ലാം ഞാൻ വിശ്വസിക്കും. यरूशलेम में जो भी बातें होंगी उन सबको मैं विश्वास करूंगा। അവരോട് പറയും, ഹല്ലേലൂയ, യെരൂശലേമിൽ സംഭവിക്കുന്ന പൂർണ്ണമായി ഞാൻ വിശ്വസിക്കും. कितने लोग आज बोल सकते हैं कि यरूशलेम में जो कार्य होंगे उन सारी बातों में विश्वास करूंगा। വർഷങ്ങൾ കൊണ്ട് നടക്കാം ഉണ്ടാകുവാൻ വേണ്ടി വർഷങ്ങൾ ഒരുപക്ഷെ പിടിക്കും, അതായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നീട്ടുമ്പോൾ ഹല്ലേലൂയ നിമിഷങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുക? അതെ, പുനരുദ്ധാനം ഉണ്ടാകുന്നു. നിമിഷങ്ങൾ കൊണ്ട് പെന്തക്കോസ് വെളിപ്പെടുകയാ. നിമിഷങ്ങൾ കൊണ്ട് പൗലോസ് മാനസാന്തരപ്പെടുകയാ. जो हम सोचते हैं कि कई समय लगेगा, कई वर्ष लगेगा, कई काल लगेगा, पर परमेश्वर की योजना ये है कि कुछ ही समय में समेट करके वो क्षण भर में कर दे। कभी ना होने वाला पेंतिकुस्त का दिन वो जल्द ही परमेश्वर ने क्षणों में कर दिया। वो परमेश्वर का आत्मा उंडेला। शाऊल को पौलुस में बदलने के लिए परमेश्वर को साल नहीं लगा, बल्कि कुछ ही क्षण लगे। ശ്രദ്ധിക്കണമേ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ രക്ഷിക്കപ്പെടാത്തുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി എനിക്ക് എത്ര നാൾ കാത്തിരിക്കണം? രാവിലെ ആത്മാവിൽ പറയാമോ, ഹല്ലേലൂയ, എന്റെ കർത്താവിന് നിമിഷങ്ങൾ മതി. ഹല്ലേലൂയ, നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. मेरे परिवार के लोग कब विश्वास करेंगे? उन्हें कई साल लगेंगे। तो आज विश्वास से कहें, परमेश्वर को, मेरे परमेश्वर को कुछ ही क्षण काफी है। ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. വേഗത്തിൽ ദേശം ദൈവത്തെ കാണും. അത് ഞങ്ങൾ രാവിലെ വിശ്വസിക്കാൻ യേശുവിന്റെ നാമത്തിൽ. इस रायबरेली में, इस यूपी में, इस भारत देश में बहुत ही बड़ा परमेश्वर कार्य होगा, ऐसा विश्वास करेंगे हम। ദൈവത്തിന്റെ പദ്ധതിക്കായി നമുക്ക് ഒരുമിച്ച് സ്വന്തം പറയാമോ ഇന്ന് രാവിലെ? आज दिन परमेश्वर की योजना के लिए धन्यवाद करेंगे। യെരൂശലേം വിശ്വാസികൾക്ക്
അത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. यरूशलेम के विश्वासियों को वो विश्वास नहीं कर सके। അവർ ഭയപ്പെട്ടോടി എന്ന് വായിക്കുന്നു. वो डर के मारे भाग गए, हम पढ़ते हैं। അവർ ഭയപ്പെട്ടു. वो डर गए। അവൻ സത്യത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ യെരൂശലേമിൽ ഒരു വലിയ ആനന്ദത്തിന്റെ സമയമാണ് ആ സമയം ഉണ്ടാകേണ്ടിയിരുന്നത്. अगर सच में देखे तो यरूशलेम में बहुत बड़ा एक आनंद का समय होना അവർ चाहिए था वहाँ ഒരുമിച്ച് पे। കൂടി പാട്ടുപാടി ആരാധിച്ചൊരു വലിയ ആരാധന നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറിയെ സ്വീകരിക്കേണ്ടിയ ഒരു സഭയായിരുന്നു ജെറുസലേം സഭ. यरूशलेम की सभा एक ऐसी सभा थी जब पौलुस को ग्रहण करके स्वीकार करके आनंद मनाकर वो सबसे बड़े मिशनरी को स्वीकार करने का था। പക്ഷേ മറ്റൊരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. पर वहां पे हम दूसरा दृश्य देखते हैं। ഇന്ന് രാവിലെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് പറയാം, ദൈവമേ യെരൂശലേമിൽ സംഭവിക്കുന്ന മുഴുവൻ ഞാൻ വിശ്വസിക്കും. आज के दिन आत्मा में कहें, परमेश्वर यरूशलेम में जो भी कार्य होगा मैं पूर्ण रूप से विश्वास ഞാൻ करूंगा। ഉറങ്ങിയപ്പോൾ ചിത്രം മറ്റൊന്നായിരുന്നു, ഉണർന്നപ്പോൾ അതിന്റെ വിപരീതമാണെങ്കിൽ ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. കാരണം യെരൂശലേമിന്റെ കൺട്രോൾ കർത്താവിന്റെ കരങ്ങളിലാണ്. जब मैं सोया था अगर चित्र कुछ और है, जब मैं उठा हूं अगर चित्र पूर्ण रूप से विपरीत है, तो मैं पूर्ण रूप से विश्वास करूंगा। इसका कारण यही है कि यरूशलेम का अधिकार परमेश्वर के हाथों में है। ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്ന് രാവിലെ. परमेश्वर हमारी सहायता करे। അഭിഷിക്തന്മാരൊക്കെ ചേർന്ന് പറയാമോ, ദൈവത്തിന്റെ പദ്ധതിക്ക് വർഷങ്ങൾ എടുക്കില്ല, നിമിഷങ്ങൾ കൊണ്ട് ദൈവം കാര്യങ്ങൾ ചെയ്യും. प्रभु के दासों, आज के दिन कहे, परमेश्वर की योजना को साल नहीं बल्कि कुछ क्षण काफी है। രോഗം മാറുവാൻ ഒരു നിമിഷങ്ങൾ മതി. उसके रोग को बदलने के लिए कुछ क्षण काफी है। ക്ഷീണം മാറുവാൻ സെക്കൻഡുകൾ മതി. हमारी बलहीनता को बदलने के लिए कुछ क्षण काफी है। ദൈവസഭയുടെ ചരിത്രത്തെ ദൈവം നിമിഷങ്ങൾ കൊണ്ട് മാറ്റിമറിച്ചെങ്കിൽ എന്റെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഈ അത്ഭുതങ്ങൾ സംഭവിക്കുകയില്ല? परमेश्वर कलीसिया में अगर सालों ना लगकर क्षण में परमेश्वर ने उसका इतिहास बदल दिया है, तो मेरे जीवन में, मेरे परिवार के जीवन में क्यों ना होगा? പറയാമോ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. आज कहें, परमेश्वर में विश्वास करता हूँ। ദൈവ പദ്ധതിയെ ഇരുകരങ്ങൾ നീട്ടി സ്വീകരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. अपने हाथों को खोल करके परमेश्वर की योजना को स्वीकार करने के लिए हम तैयार हो जाएं। പ്രാർത്ഥനയുടെ മറുപടികൾ ഇരുകരവും നീട്ടി നാം സ്വീകരിക്കണം. प्रार्थना को उत्तर हम अपने हाथों से ग्रहण करने पाएं। ദൈവത്തിന്റെ പദ്ധതിക്ക് നാം യെസ് എന്ന് പറഞ്ഞ് കൂടെ നടക്കണം. परमेश्वर की योजना को हम ग्रहण करके उसमें चलने वाले होने पाए। ദൈവത്താൽ സംഭവിച്ചു എന്ന് പറഞ്ഞ് നാം കർത്താവിന് സ്തോത്രം പറയട്ടെ. जैसे परमेश्वर से ये हो गया, ऐसा विश्वास करके चलने होने वाले होने पाए। ഈ ദിവസങ്ങളിൽ ഒരുപാട് ശൗലുമാർ ജെറുസലേമിൽ നടന്നു വരുവാൻ പോകുകയാ. आज के दिन कई सारे शाऊल पौलुस में बदल करके यरूशलेम में चलने वाले हैं। ഒരുപാട് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ശുശ്രൂഷയിൽ നടക്കുവാൻ പോകുന്നു. ऐसे अद्भुत कार्य बहुत सारे हमारे जीवन में होने वाले हैं। നമ്മുടെ കുടുംബങ്ങൾ ഈ അത്ഭുതങ്ങൾ ദിവസവും കണ്ടുകൊണ്ടേയിരിക്കും. हमारे परिवार ये सारे अद्भुत कार्य रोज देखने वाले हैं। നാം ജെറുസലേമിൽ പാർത്താൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. अगर हम यरूशलेम में रहेंगे तो बहुत अद्भुत कार्य हम देख सकते हैं। നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നടക്കാം. परमेश्वर की योजना से साथ चले। പൗലോസുമാർ ഇരുകരവും നീട്ടി സ്വീകരിക്കാം. पौलुस को हम ग्रहण करे। വലിയ ആരാധനയുടെ ആനന്ദമുണ്ടാകട്ടെ. बहुत ही बड़ा आराधना का आनंद होने पाए। വലിയ സാക്ഷ്യത്തിന്റെ സമയമാകട്ടെ. बहुत ही बड़ी गवाही का एक समय होने पाए। അവിടെ വലിയ ആത്മീക ആരാധനയും ഉളവാകട്ടെ. वहाँ एक आत्मिक आराधना होने पाए। ഈ വലിയ മാറ്റം വരുന്ന കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു അടുത്ത പെന്തക്കോസ്തിന്റെ വെളിപ്പാടായ സമയം ഉണ്ടാകട്ടെ. उस समय ऐसा होने पाए कि पेंतकुस्त के नजरिए से एक नया पीढ़ी को आगे बढ़ाने का समय होने पाए। ആത്മാവിന്റെ ആരാധനാ നിമിഷമായി മാറേണ്ടിയ സമയത്ത് ഭയപ്പെട്ട് പേടിച്ചോടിയ ജെറുസലേമിലെ ആളുകളെ പോലെ അല്ല പിന്നെയോ ഹല്ലേലൂയ ഈ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ അതൊരു ആരാധനാ റൂമായി മാറട്ടെ. आत्मा के साथ आराधना करने के चलते डर के ना मारे बैठ करके यरूशलेम के लोग जैसे हम विश्वास करके परमेश्वर के योजना में चलने वाले होने पाए। രാവിലെ ആത്മാവിൽ ദർശനം കാണാമോ? വിശുദ്ധനായ പൗലോസ് നടന്നു വരുന്നു. आज के दिन आत्मा में ये बातें ग्रहण करें कि विशुद्ध पौलुस चल करके यरूशलेम में आ रहा है। ശക്തനായ മിഷണറിയായ പൗലോസ് നടന്നു വരികയാ. शक्तिशाली मिशनरी पौलुस यरूशलेम में चल के आ रहा है। കർത്താവിന് സ്വന്തം പറയാമോ? കർത്താവേ നന്ദി. परमेश्वर को धन्यवाद करें। परमेश्वर तेरा धन्यवाद। അത് ഭാവിയിലല്ല, ഈ വർത്തമാന കാലത്ത് നാം കാണും. परमेश्वर आज हम वो भविष्य में नहीं देखेंगे बल्कि वर्तमान में आज देखेंगे। നമ്മുടെ ശുശ്രൂഷ റൂമുകളിൽ നാം അത് കാണും. हम अपने कमरों में ये बातें देखेंगे। പ്രസംഗ വേദികളിൽ നാം ദർശിക്കും. अपने प्रचार के दौर पे हम देखेंगे। പ്രാർത്ഥനാ റൂമുകളിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ശൗലുമാരെ പൗലോസുമാരെ കാണുവാൻ പോകുകയാ. अपने प्रार्थना कमरों में अपने शाऊल को पौलुस में बदलते हुए देखेंगे। നമ്മുടെ കുടുംബത്തിലേക്ക് പൗലോസ് നടന്നു വരികയാ. हमारे परिवार में पौलुस चल करके आ रहा है। പറയാമോ? കർത്താവേ ഈ വലിയ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. परमेश्वर इन सारे अद्भुत कार्यों के लिए धन्यवाद। വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി നോക്കി പറയാം, കർത്താവേ ഞാനത് കാണുന്നു. കർത്താവേ യെസ് ആമേൻ. പൗലോസ് നടന്നു വരികയാ. अपनी आत्मा को आंखों को उठा करके परमेश्वर में विश्वास करता हूँ कि पौलुस चल करके आ रहा है। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। God bless you all.
प्रभु आपको आशीष करे। അമേൻ ആമേൻ. അമേൻ അമേൻ